എല്ലാവർക്കും വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി യേശു കർത്താവ് നമുക്ക് ദാനമായി തന്നു. ഇന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥന രാവിലെ 10:30 കഴിയുന്നത്രയും പേർ സംബന്ധിക്കാൻ കടന്നു വരുമല്ലോ. ആലപ്പുഴയുടെ ചുറ്റുപാടുമുള്ളവർക്കെല്ലാം വരാൻ കഴിയും. ബാക്കി നിങ്ങളെല്ലാം ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ വഹിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരണം. ഒരു ഓഡിയോ മെസ്സേജായിട്ട് 1 മിനിറ്റിൽ താഴെ അയച്ചു തരികയാണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൈസ് റിപ്പോർട്ടുകളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. അത് ഞങ്ങൾക്ക് അത് പ്രയോജനമാണ്, ഞങ്ങൾക്കതൊരു ഉന്മേഷമാണ്. ഞങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയിൽ റിസൾട്ട് ഞങ്ങൾ അറിയുമ്പോൾ ഞങ്ങൾക്കതൊരു ആവേശമായിരിക്കും. നിങ്ങളുടെ എല്ലാവിധ കൈത്താങ്ങലുകളും ഞങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ നിലയിലും നിങ്ങളുടെ ഒരു കൂട്ടായ്മ ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വചനം നമ്മൾ കേട്ട് ഓരോ ദിവസം കഴിയുന്തോറും ബലപ്പെടുകയാണ്. ഒരു പശു വെള്ളം കുടിച്ചിട്ട് അതിനെ പാലാക്കി മാറ്റുന്നു. അതേ വെള്ളം തന്നെ ഒരു പാമ്പ് കുടിച്ചാൽ അതിനെ വിഷമാക്കിയാണ് മാറ്റുന്നത്. ഒരേ വെള്ളം 2 രീതിയിലേക്ക് മാറുന്നത് നമുക്കതിൽ കാണാം. ഇതുപോലെ തന്നെ ദൈവവചനത്തിലും പറയുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഇത് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെട്ടവർക്കോ ഇത് ദൈവശക്തിയായി മാറുന്നു. നമ്മൾ കേൾക്കാറുണ്ട്, സുവിശേഷ പ്രവർത്തന മേഖലകളിൽ വളരെയധികം എതിർപ്പുകളും പീഡനങ്ങളും. എന്താണ് കാരണം? സുവിശേഷം എന്ന ജീവന്റെ വെള്ളം ചിലർക്ക് വിഷമായി മാറുന്നു. ആ സുവിശേഷം അവരുടെ ജീവിതത്തിൽ അത് ബ്ലെസ്സിംഗ് ആയി മാറുന്നില്ല. നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെട്ടവർക്കാണിത് ദൈവശക്തി. സുവിശേഷത്തെ എങ്ങനെ എടുക്കുന്നുവോ അതനുസരിച്ച് അത് നമുക്ക് അനുഗ്രഹമാണ്. സുവിശേഷ നിമിത്തം ശൗല് നിഷ്ഠൂരൻ, ഉപദ്രവിയും ദൂഷകനുമായി മാറി. എന്നാൽ സ്തേഫാനോസ് അതേ സുവിശേഷ നിമിത്തം കർത്താവിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രക്തസാക്ഷിയായിട്ട് മാറി, നിത്യതയുടെ വലിയ അനുഗ്രഹമായി മാറി. പിന്നത്തേതിൽ അതേ ശൗൽ അവൻ്റെ വിഷത്തിൽ നിന്ന് പുറത്തു വന്ന് വീണ്ടും അതവന് നന്മയാക്കി മാറ്റിയ കർത്താവിൻ്റെ കരം അവൻ കാണുകയാണ്. അപ്പോൾ സുവിശേഷം എന്നത് ചിലർക്ക് ഇടർച്ചയായി മാറും. അതുകൊണ്ടാണ് ശിമയോൻ മറിയെ നോക്കി പറയുന്നൊരു വാക്കുണ്ട്, അനേകരുടെ വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും ഇവൻ കാരണമാകും. യേശു അത് എടുത്തു പറയുന്നുണ്ട്, ഈ കല്ല് അനേകരെ പണിയാനുള്ളതാണ്, എന്നാൽ ഈ കല്ലിൽ തട്ടി വീണാൽ അനേകർ ചിതറിപ്പോവും. അപ്പൊ യേശുവാകുന്ന പാറ പലർക്കും വീട് പണിയാൻ ഉപയോഗിക്കാം, എന്നാൽ ഈ കല്ലിൽ തട്ടി വീണാൽ വീഴുന്നവൻ ചിതറിപ്പോവും, അവനെ ധൂളിപ്പിക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ വചനം, സുവിശേഷം തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക് മാത്രമാണ്. അത് പലരും അതിനോട് സമീപിക്കുന്നതിൻ്റെ രീതിക്കനുസരിച്ചാണ് അതിൻ്റെ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്. കൃപയാൽ നമുക്ക് സുവിശേഷം നന്മയായി, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി വ്യാപരിച്ചു. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്. വീണ്ടും നമുക്ക് ദൈവത്തോട് അടുക്കാം, കുറവുകൾ ഏറ്റുപറയാം. കർത്താവേ, അങ്ങയുടെ തിരുവചനത്തെ വേണ്ട രീതിയിൽ ഞങ്ങൾ സ്വീകരിച്ചില്ല, ക്ഷമ ചോദിക്കാം. നമ്മെ വിളിച്ച കർത്താവിനെ ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്
എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ആയുസ് ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി. എന്റെ ആയുസ് ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം വരെ നമ്മൾ വായിച്ചു. ഇന്ന് 30-ാമത്തെ വാക്യത്തിലോട്ട് വരും. ഈ വാക്ക് കേട്ടിട്ട് മോശ ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. അവിടെ 2 പുത്രന്മാരെ ജനിപ്പിച്ചു. അവൻ അവിടെ വെച്ച് അവൻ്റെ വിവാഹ ജീവിതം കഴിഞ്ഞു. യിത്രോയുടെ ഒരു മകളെ സിപ്പോറയെ വിവാഹം കഴിച്ചു. അതാണ് പിന്നീട് നമ്മൾ കാണുന്ന ചരിത്രം. 30-ാം വാക്യം. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ, 40 ആണ്ട് ഈ മരുഭൂമിയിൽ മാത്രം താൻ ജീവിച്ചു. ആ മരുഭൂമിയോടെ മോശ മരിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. വെള്ളത്തിൽ മരിക്കുമെന്ന് വിചാരിച്ചു, നടന്നില്ല. മരുഭൂമിയിൽ തീരുമെന്ന് പിശാച് വിചാരിച്ചു, തീർന്നില്ല. അങ്ങനെ മോശയെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായി മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ സമയം തികഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ സമയമായപ്പോൾ എന്താണ്? അമോര്യരുടെ അതിക്രമം ഇപ്പോഴും തികഞ്ഞിട്ടില്ല എന്ന് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ചിലതൊക്കെ ചിലരുടെ കാര്യത്തിൽ തീരുമാനമാകാൻ ദൈവവും
വെയിറ്റ് ചെയ്യുകയാണ്. മോശയ്ക്ക് ഇതറിയില്ല. മോശയ്ക്ക് പെട്ടെന്ന് ഇസ്രായേൽ മക്കളുടെ വിടുതൽ കാണണം. എന്നാൽ ദൈവത്തിന് പല പരിപാടികളും ഇതിൻ്റെ ഒപ്പം ചെയ്തെടുക്കാനുണ്ട്. ചിലതിനെ കൈകാര്യം ചെയ്യാൻ അവരുടെ പാപത്തിൻ്റെ സംഖ്യ പൂർണ്ണമാകാൻ ദൈവം കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അനീതിയുള്ളവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. അമോര്യരുടെ അതിക്രമം തികഞ്ഞിട്ടില്ലെന്ന്. അപ്പോൾ ചിലരുടെ പാപം അതിൻ്റെ തികവെത്തുമ്പോൾ ദൈവം അവരെ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇതൊക്കെ ചെയ്തിട്ടും ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചുവോ? ഇതെല്ലാം ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ നിരത്തി വെക്കുമെന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്ന വാക്യം പോലെ ദൈവം മൗനമായിരിക്കുന്ന ഒരു സീസണുണ്ട്. എന്നാൽ ദൈവം എഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ചില ജാതികളെ ന്യായം വിധിക്കുകയും വേണം. അവരെ ന്യായം വിധിച്ചിട്ട് അവരെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞിട്ട് ആ സ്ഥലത്ത് ദൈവമക്കളെ സ്ഥിരപ്പെടുത്തുകയും വേണം. ഇതൊക്കെ ദൈവത്തിൻ്റെ പ്ലാനുകളാണ്. ദൈവത്തിൻ്റെ സമയം വരുന്നേ ഉള്ളൂ ഓരോ കാര്യവും. സക്കറിയ പുരോഹിതന് എലിസബത്തിനൊരു കുഞ്ഞു മതി. എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല. മശിഹായുടെ വരവിന് തൊട്ട് മുമ്പ് ആ കുഞ്ഞ് പിറക്കണം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ ഏറ്റവും വലിയവനായി അവൻ തീരണം. ഇതൊക്കെ ദൈവത്തിൻ്റെ പ്ലാനാണ്. എന്നാൽ സക്കറിയാവിനും എലിസബത്തിനും ഒരു കുട്ടി മാത്രം മതി. ഒരു കുട്ടിയെ കിട്ടിയാൽ മതി. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. അവരുടെ നിന്ന ഒന്ന് മാറിയാൽ മതി. അവർക്ക് അതിനപ്പുറത്തോട്ടൊന്നുമില്ല. മക്കളില്ലാതെ മരിച്ചു എന്ന് പറയാനിടയാകരുത്. ഒരു അനന്തരാവകാശി വേണം. ദൈവത്തിന് അതുപോരാ. സക്കറിയാവിലൂടെയും എലിസബത്തിലൂടെയും ഏറ്റവും വലിയവൻ പുറത്തു വരണം. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ. നമ്മുടെ ചിന്തകളല്ല ദൈവത്തിൻ്റെ ചിന്തകൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും നമ്മുടെ പദ്ധതികളെക്കാൾ മുകളിലാണ്. ദൈവം നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നത് നമ്മേക്കാൾ അധികമാണ്. അതുകൊണ്ട് നാം വിചാരപ്പെടരുത് എന്ന് കർത്താവ് എടുത്തു പറയാൻ കാരണം അതാണ്. കാരണം നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. നമ്മെക്കുറിച്ച് വലിയ പ്ലാൻ. ദൈവത്തിൻ്റെ വിചാരങ്ങൾ നടപ്പിലാകുന്നതും നമ്മൾ വിചാരപ്പെട്ടാൽ അത് പരാജയപ്പെടുന്നതുമാണ്. നമ്മെ വിചാരപ്പെടാനായിട്ട് ദൈവമാക്കിയിട്ടില്ല. നമ്മെ വിശ്വസിക്കാനാണ് ദൈവമാക്കിയിരിക്കുന്നത്. ദൈവം എനിക്ക് ദോഷം വരുത്തുകയില്ല. ഇതാ 40 ആണ്ട് കഴിഞ്ഞപ്പോൾ മുൾപടർപ്പിൽ ഒരു ദൂതൻ മോശയ്ക്ക് അഗ്നിജ്വാലയിൽ ഒരു മുൾപടർപ്പിൽ പ്രത്യക്ഷനായി. മോശ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു. സൂക്ഷിച്ചു നോക്കുവാൻ അടുത്തു ചെല്ലുമ്പോൾ, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ആകുന്നു എന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ടു. ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. നിന്റെ പിതാക്കന്മാരോട് എനിക്കൊരു ഉടമ്പടിയുണ്ട്. അത് ചെറുതല്ല. അത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത മണൽത്തരികൾ പോലെയുമാണ്. ഞങ്ങൾ തമ്മിലുള്ള ഉടമ്പടി അതാണ്. നിന്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്ക് യാക്കോബ് ഇന്ന് മണ്ണിലില്ല, എന്നാൽ അവർ എനിക്ക് ജീവിക്കുന്നു. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു കർത്താവ് പറയുന്നുണ്ട്, ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് മുൾപടർപ്പിൽ ദൈവം അത് പറയുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. യേശു പറയുന്നുണ്ട്. അതായത് നമുക്ക് അബ്രഹാമും ഇസഹാക്കും യാക്കോബും മരിച്ചെങ്കിൽ ദൈവത്തിന് മരിച്ചിട്ടില്ല. കാരണം അവർ ദൈവസന്നിധിയിലുണ്ട്. അബ്രഹാമിൻ്റെയും ധനവാന്റെയും ലാസറിൻ്റെയും കാര്യം പറയുമ്പോൾ ലാസറിൻ്റെ മടിയിൽ, അബ്രഹാമിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ
അബ്രഹാമിൻ്റെ ഒരു സ്ഥലം തന്നെയുണ്ട്. അതാണ് അബ്രഹാമിൻ്റെ മടി. അവിടെ ലാസർ വിശ്രമിക്കുന്നു. ഒരു വലിയ വിശ്രമ സ്ഥലം അബ്രഹാമിനുണ്ട്, ഇസഹാക്കിനുണ്ട്, യാക്കോബിനുണ്ട്. ദൈവം, ജീവനുള്ള ദൈവം അവരെ ജീവനോടെ മറ്റൊരു സ്ഥലത്താക്കിയിരിക്കുന്നു. അതുകൊണ്ട് അവർ മരിച്ചിട്ടില്ല, അവർ ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും എന്ന് ദൈവം മോശയോട് പറഞ്ഞത്. അതായത്, മോശേ, നീ പറഞ്ഞില്ലേ മനുഷ്യൻ്റെ ആയുസ് 70, ഏറിയാൽ 80, അതോടെ തീർന്നെന്ന്. ഇല്ല മോശേ, നിന്നേക്കാൾ കൂടുതൽ പ്രായം ജീവിച്ച അബ്രഹാമും ഇസഹാക്ക് യാക്കോബും പോലും എനിക്ക് ജീവിച്ചിരിക്കുകയാണ്. ലോകത്തിനവർ മരിച്ചു, എന്നാൽ എനിക്ക് ജീവിക്കുന്നു. അതിൻ്റെ അർത്ഥം, മരിച്ചാലും കൈപ്പണിയല്ലാത്ത മറ്റൊരിടത്തേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് പറഞ്ഞ് മോശയുടെ വ്യാകുലതകളെ 90 സങ്കീർത്തനത്തിൽ പറയുന്ന അതിൻ്റെ പ്രതാപം, 80 വയസ്സ് വരെയുള്ള പ്രതാപം, കഷ്ടവും പ്രയാസവും എന്ന് പറഞ്ഞ് അതോടെ നമ്മൾ തീർന്നു എന്ന് പറയുമ്പോൾ ദൈവം മോശയ്ക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം, അബ്രഹാം ജീവിച്ചിരിക്കുന്നു, ഇസഹാക്ക് ജീവിച്ചിരിക്കുന്നു, യാക്കോബ് ജീവിച്ചിരിക്കുന്നു. ഞാൻ ഒരുവനെ തെരഞ്ഞെടുത്താൽ അവൻ തീർന്നു പോകില്ല, അവർ ജീവിക്കും. അതിൻ്റെ അർത്ഥം നിത്യജീവനെ കുറിച്ചാണ് അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം എന്ന വാക്കിൽ ദൈവം മോശയോട് സംസാരിക്കുന്ന ആ വാക്കുകൾ അവൻ്റെ നിർജീവമായ ശരീരത്തിലേക്ക് വീണ്ടും ജീവൻ കയറി വരാൻ ഒരു പ്രബോധനമായി മാറി. മുൾപടർപ്പിൽ അഗ്നിജ്വാലയെ മാത്രമല്ല, ഒരു മുൾപടർപ്പ് കത്തിത്തീരുന്നത് ആട്ടിടയന്മാർക്ക് അതൊരു സാധാരണ കാഴ്ചയാണ്. ആട്ടിടയന്മാർ ആടുകളുമായി യാത്ര ചെയ്യുമ്പോൾ മരുഭൂമികളിൽ കാണുന്ന കുറ്റിച്ചെടികൾക്കകത്ത്, മുൾപടർപ്പിനകത്ത് വിഷപ്പാമ്പുകൾ, തണലിൽ ആകെ അത്രയും തണലേ ഉള്ളവിടെ, അവിടെ ഈ മുൾപടർപ്പിൻ്റെ തണലിൽ വിഷപ്പാമ്പുകൾ, തേളുകൾ ഒക്കെ ഉണ്ടാകും. ആടുകൾ ആ ചെറിയ മുൾച്ചെടികളുടെ ഇല തിന്നാൻ ചെല്ലുമ്പോൾ വിഷപ്പാമ്പുകളുടെ ആക്രമണത്താൽ മരണപ്പെടാം. അതുകൊണ്ട് ആട്ടിടയന്മാർ ദൂരെ നോക്കി കണ്ട് ഈ ആട്ടിൻകൂട്ടം താഴെ മെയ്യുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് അടുത്ത ലൊക്കേഷനിലുള്ള എല്ലാ മുൾച്ചെടികളെയും തീയിടും. എന്നാൽ മോശ തീയിടാതെ തന്നെ ഒരു മുൾപടർപ്പ് കത്തുന്നു. അവിടെ മോശയല്ലാതെ, മോശയുടെ ആട്ടിൻകൂട്ടമല്ലാതെ വേറെ ആരുമില്ല. മരുഭൂമിയാണ്. ആരും വരാത്തൊരു സ്ഥലം വരെയും മോശ എത്തി. എന്നാൽ മോശ ഈ ആടിനെ തീറ്റി 40 കൊല്ലം കൊണ്ട് ഈ ഹൊരേബിൽ അവൻ പോലും അറിയാതെ എത്തിച്ചേരുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. നമ്മൾ പോലും അറിയാതെയാണ് ദൈവം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. പല കാര്യങ്ങളും നമ്മൾ അറിയാറില്ല. ഒരു സൂര്യൻ അസ്തമിച്ച് ഉദിക്കുന്നതൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാറില്ല. ഒക്കെ വളരെ സ്ലോ ആയിട്ട് നടക്കുന്നതാണ്. ഒരു പൂ വിരിയുന്നത്, ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നത്, ഇതെല്ലാം വളരെ സ്ലോ തിങ്സ് ആണ്. വളരെ സ്ലോ ആയിട്ട്, ഏറ്റവും ചെറുതായിട്ട്, ഏറ്റവും വേഗത കുറഞ്ഞ കാര്യങ്ങളാണ്. എങ്കിലും അത് സംഭവിക്കുകയാണ്. ഒരു വിത്ത് കൃഷിക്കാരൻ നിലത്തിട്ടാൽ അത് വളർന്നു വരുന്നത് കൃഷിക്കാരൻ പോലും അറിയുന്നില്ല. ഉറങ്ങിയും എഴുന്നേറ്റും കഴിയുമ്പോൾ ഒരു ദിവസം അത് കിളിർത്തു വരുമെന്ന് അവർക്കറിയാം. ഒരമ്മയുടെ ഉദരത്തിലെ കുഞ്ഞ് ഒരു ദിവസം പുറത്തു വരുമെന്നറിയാം. കണക്കുകൂട്ടലുകൾ ഡോക്ടർമാർക്ക് പോലും കൂട്ടാൻ ഇന്ന് വരെയും കഴിയുന്നില്ല. അവർ പറയും 10ാമത്തെ മാസം സംഭവിക്കും, ഡേറ്റ് ഇത്രയ്ക്കും ഡേറ്റിനുള്ളിൽ സംഭവിക്കാം. എന്നാൽ അവർ പറയുന്ന ഡേറ്റിനേക്കാൾ മുമ്പ് സംഭവിച്ചെന്നിരിക്കും. കൃത്യമായി പറയാൻ ആർക്കും കഴിയുന്നില്ല. അതാണ് ദൈവത്തിൻ്റെ വളർച്ചയുടെ പദ്ധതികൾ, ദൈവത്തിൻ്റെ പ്ലാനുകൾ. അതാണ്. ഇതാ
മോശയെ ദൈവം ആ മുൾപ്പടർപ്പിന്റെ മുൻപിൽ എത്തിച്ചപ്പോൾ അവൻ അറിഞ്ഞില്ല. അവൻ്റെ സമയം ഓരോ ദിവസം കടന്നു പോകുന്തോറും അവൻ മടുത്തെങ്കിലും ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് അവൻ വളർന്നു വരികയായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് അവൻ വളർന്നു വരികയാണ്. മോശ പറയുന്നു, ഞാൻ തളർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം പറയുന്നു, അല്ല, നീ അടുത്ത പദ്ധതിക്ക് വേണ്ടി വളർന്നു വരികയാണ്. മരുഭൂമിയിൽ നീ തളരുകയല്ല, മരുഭൂമിയിൽ എൻ്റെ വലിയൊരു ദൗത്യം, ഇനിയും അടുത്ത 40 വർഷത്തേക്കുള്ള ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി ഞാൻ നിന്നെ വളർത്തുകയായിരുന്നു. മോശയ്ക്ക് പറയാനുള്ളത്, ഇല്ല, സാഹചര്യങ്ങളെല്ലാം എന്നെ തളർത്തി. ദൈവം പറയും, അല്ല, നിന്നെ വളർത്തുകയായിരുന്നു. ഏറ്റവും നല്ല പൊന്ന് ഒരിക്കലും തീയെ പേടിക്കില്ല എന്ന് ഒരു യഹൂദന്മാരുടെ സദൃശവാക്യമുണ്ട്. ഏറ്റവും നല്ല പൊന്ന് ഒരിക്കലും തീയെ പേടിക്കില്ല. കാരണം അതിനകത്ത് എന്തില്ല? കീടമില്ല. അതിൽ നിന്ന് നഷ്ടപ്പെടാനൊന്നുമില്ല. അതിൻ്റെ ഉരുപ്പിടി ഏറ്റവും നല്ലതായിരിക്കും. ഏറ്റവും നല്ല പൊന്ന്. മോശയുടെ ജീവിതത്തിൽ അവനെ ദൈവം പൊന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവനെ ദൈവം ഉരുക്കി പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞു. അവൻ ക്ഷമാശീലനായി മാറി. മരുഭൂമിയിലെ നീണ്ട 40 വർഷം കൊണ്ട് അവൻ പണിയപ്പെടുകയായിരുന്നു. ഇന്നിത് കേൾക്കുന്ന പലരും അറിയണം, ഞാനും നിങ്ങളും കർത്താവിൻ്റെ പദ്ധതിയിൽ പണിയപ്പെടുകയാണ്. നമ്മളൊരു എൻകൗണ്ടറിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും നാളും പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ഒരു മറുപടിയില്ല, ദൈവത്തെ സേവിച്ചിട്ട് മറുപടിയില്ല, ഈ പ്രാർത്ഥന കൊണ്ട് എന്തു പ്രയോജനം, ഇങ്ങനെയുള്ള വാക്ക് പലരും പറഞ്ഞ് ഇട്ടേച്ചു പോയ ആ വ്യക്തികളുടെ ഗതികേട് നമുക്ക് വരരുത്. നാം ഓരോ ദിവസം കഴിയുന്തോറും ആ നന്മയിലേക്ക് അടുക്കുകയാണ്, ആ മുൾപ്പടർപ്പിലേക്ക് അടുക്കുകയാണ്, ആ തീയിലേക്ക് വെന്തു പോകാത്ത, എത്ര കത്തിയിട്ടും വെന്തു പോകാത്ത വ്യത്യസ്തമായ ഒരു മുൾപ്പടർപ്പിലേക്ക് നമ്മൾ അടുക്കുകയാണ്. നമ്മൾ ഇന്നുവരെ കാണാത്ത ഒരു മുൾപ്പടർപ്പിന്റെ അരികിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, നിന്റെ അടുത്ത സീസണ് വേണ്ടി ദൈവം അടുത്ത ലെവലിലേക്ക് നിന്നെ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് 90 സങ്കീർത്തനത്തിൽ മോശ പറഞ്ഞതുപോലെ നീ തളരരുത്, നീ ക്ഷീണിക്കരുത്. മോശ പോലും ക്ഷയിച്ചുപോയി. 80-ാം വയസ്സിൽ മോശ പറഞ്ഞു, ഞാൻ തടിച്ച നാവുള്ളവനാണ്, ഇനി എന്നെ ഒന്നിനും പറ്റത്തില്ല, അടുത്തയാളെ നോക്ക് എന്ന് പറയുന്ന നിലയിൽ മോശ മടുത്തുപോയി. എന്നാൽ മടുത്തതിനെയും തളർന്നതിനെയും എനിക്ക് വയ്യെന്ന് പറയുന്നതിനെയും ഇനി ഒരിക്കലും കഴിയില്ല എന്ന് പറയുന്നതിനെയും ഒരു മുൾപ്പടർപ്പിലേക്ക് ആകർഷിക്കുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. നിന്റെ സമയമായി, ദൈവത്തിൻ്റെ പദ്ധതിയായി നിന്നിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങളുടെ സമയം വരുന്നേ ഉള്ളൂ. ഇത് കേൾക്കുന്ന ചിലരെ കർത്താവ് ധൈര്യപ്പെടുത്തുകയാണ്, നിന്റെ സമയം വരുന്നേ ഉള്ളൂ. അനേകരെ വിടുവിക്കുന്ന ഒരു വിടുതലിന്റെ സീസൺ നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നേ ഉള്ളൂ. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പറ്റിയ പരുവത്തിൽ നീ ആകുന്നേ ഉള്ളൂ. കർത്താവിൻ്റെ കരത്തിൽ നമ്മെ വിട്ടുകൊടുക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ഈ കേട്ട തിരുവെഴുത്തുകൾ ഞങ്ങൾക്കറിയാവുന്ന വചനങ്ങളാണ്. എന്നാൽ ഇന്ന് അങ്ങ് ഒന്നുകൂടി അതിലൂടെ സംസാരിച്ചു. ഞങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും ഞങ്ങൾ അങ്ങയുടെ പദ്ധതിയിലേക്ക് അടുക്കുകയാണ്. ഓരോ പ്രശ്നങ്ങളും, ഓരോ വേദനകളും, ഓരോ കടക്കണികളും, ഓരോ ഇല്ലായ്മകളും, ഓരോ ശൂന്യതകളും, ഓരോ ദുഃഖങ്ങളും, ഓരോ മുൾമുനകളും ഞങ്ങളെ, ഓരോ നീറ്റലുകൾ ഞങ്ങളെ ആ മുൾപ്പടർപ്പിൻ്റെ അരികിലേക്ക്, ആ തേജസ്സിൻ്റെ അരികിലേക്ക്, ആ കൃപയുടെ അരികിലേക്ക്, ദൈവശബ്ദത്തിലേക്ക് ഞങ്ങളെ വലിച്ചടുപ്പിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഒരു പ്രത്യേകമായ ദൈവശബ്ദത്തിൻ്റെ സമയമായല്ലോ. ഞങ്ങൾക്ക് പ്രത്യേകമായ ദൈവകൃപ പകരപ്പെടാനുള്ള സീസൺ വരുന്നു എന്ന് ഈ തിരുവെഴുത്ത് കേട്ട ഓരോരുത്തരും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ മക്കൾക്ക് ഇന്നു മുതൽ ഒരു പുതിയ ദൈവശബ്ദത്തിൻ്റെ ചെവികൾ മുളക്കട്ടെ. കർത്താവെ അവർക്ക് വെളിപ്പെടുത്തണമേ. ദമസ്കോസിന്റെ പടിവാതിക്കൽ ശൗലിനെ
കർത്താവെ അങ്ങ് വെളിപ്പെടുത്തി കൊടുത്തല്ലോ. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? വ്യക്തമായി യേശുവിനെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ, അതുപോലെ ഈ പ്രാർത്ഥന പലർക്കും ഒരു കൂട്ടിമുട്ടൽ, കർത്താവുമായിട്ടുള്ള ഒരു അടുത്ത ഇടപെടൽ ആയി തീരട്ടെ. ഇവർ സൗഖ്യമാകട്ടെ. ഇവരുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റായി ഈ ദിവസം തീരണമേ. സൗഖ്യമായി തീരട്ടെ. ഇവരുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധിയായി ഇത് തീരട്ടെ. ബലമായി തീരട്ടെ. കണ്ണുമങ്ങാത്ത, ദേഹബലം ക്ഷയിക്കാത്ത ഒരു പുതിയ ഷിഫ്റ്റ് ഇവരിൽ നടക്കട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്ന ഈ ദിവസങ്ങളിൽ ഈ ഭാഗങ്ങൾ സംസാരിക്കുമ്പോൾ ഇതിലൂടെ എന്തോ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ആരൊക്കെയാണോ ഓരോ ദിവസവും കേൾക്കുന്നത്, ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ചിലർ കേൾക്കില്ലായിരിക്കും, ചില ദിവസം ചിലർ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അങ്ങനെയുള്ള ചിലർക്കൊക്കെ വേണ്ടി കർത്താവ് ഇടപെടുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. കർത്താവ് നിങ്ങളെ പുതിയ ഒരു അടുത്ത രീതിയിലേക്ക്, ഉയരങ്ങളിലേക്ക് കുതിച്ചു ചാടുവാൻ ഒരവസരത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു. വിശ്വസിക്കുക. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.